ഇത് കണ്ടോ എന്തൊരു ചളിയും വൃത്തികേടുമാണെന്ന്. നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മുടെ ബാക്കി എന്തൊക്കെ വൃത്തിയാക്കി വെച്ചാലും സ്വിച്ച് ബോർഡിലൊക്കെ പലപ്പോഴും ചളിയും വൃത്തികേടും ഉണ്ടാവില്ലേ. തുടച്ചാലും പോവില്ല. നമുക്ക് ഇതൊരിക്കലും സോപ്പൊന്നും ഉപയോഗിച്ച് സ്വിച്ചുകൾ കഴുകാനും പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത് സാധാരണ ഒരു വൈപ്സ് എടുത്തിട്ട് തുടച്ച് നോക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. ടിഷ്യൂ എടുത്തൊക്കെ ഞാനൊന്ന് അമർത്തി നോക്കി, കൈ വേദനിക്കല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായില്ല. അപ്പോൾ കിട്ടിയ ഒരു കിടിലൻ ഐഡിയ. അപ്പം നമുക്കതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാനിറ്റൈസറാണ്. സാനിറ്റൈസറിനെ ഒരു ടിഷ്യൂയിലേക്കോ തുണിയിലേക്കോ ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്കത് വെച്ചിട്ട് നന്നായിട്ട് ആക്കണം കേട്ടോ, എന്നാലേ നന്നാവുള്ളൂ. അപ്പോൾ സാനിറ്റൈസറിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു നോക്കൂ. എന്ത് നീറ്റാവുക അറിയോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ. അതും അധികം സ്ട്രെയിനൊന്നുമില്ല കേട്ടോ. 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് സൂപ്പർ ക്ലീനായി മാറും. നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മളുടെ പാത്രങ്ങൾ മാത്രമല്ല, കിച്ചണിലുള്ള സ്വിച്ച് ബോർഡുകളും അതല്ല പുറത്തുള്ളതും ഒക്കെ നീറ്റായി കാണുമ്പോൾ തന്നെ, എപ്പോഴും കാണുന്നത് നീറ്റായിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫീല് തോന്നും വീട് ക്ലീനാണെന്ന്. അപ്പോൾ ഇതാ ഫുള്ളായി ക്ലീനായി വന്നിട്ടുണ്ട്, കണ്ടോളൂ കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് സാനിറ്റൈസർ മാത്രം മതി. വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആവും. ഇതാകുമ്പോൾ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഒന്നും ഒരു പ്രശ്നവുമില്ല. സ്വിച്ച് ബോർഡിലൊന്നും ഉള്ളിൽ വെള്ളം കയറി പ്രോബ്ലവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കും.